നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പാഞ്ഞു കയറി. 2 ഓട്ടോയിലും വൈദ്യുതി പോസ്റ്റുകളിലും ഇടിച്ചാണ് കാർ നിന്നത്. രാഹുലിന്റെ അറസ്റ്റോടെ യൂത്ത് കോൺഗ്രസ് സമരം നിന്നുപോകുമെന്ന് സർക്കാർ വ്യാമോഹിക്കേണ്ടെന്ന് ഷാഫി പറമ്പിൽ MLA. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും ജില്ലാ സംസ്ഥാന മേളകളിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പാഞ്ഞു കയറി. 2 ഓട്ടോയിലും വൈദ്യുതി പോസ്റ്റുകളിലും ഇടിച്ചാണ് കാർ നിന്നത്. കാർ വരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാർ ഓടി മാറിയതുമൂലം ദുരന്തം ഒഴിവായി. ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറിന്റെ പുറകിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വരന്തരപ്പള്ളി റോഡിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞ കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ വരുന്നത് കണ്ട ഓട്ടോ ഡ്രൈവർമാർ ഓടി മാറിയതുമൂലം വൻ അപകടം ഒഴിവായി. ഈ സമയത്ത് യാത്രക്കാർ ഇല്ലാതിരുന്നതും ആളപായം ഒഴിവാക്കി. അപകടത്തിൽ 2 ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 2 വൈദ്യുത പോസ്റ്റ് ചെരിഞ്ഞ നിലയിലാണ്. മരോട്ടിച്ചാൽ സ്വദേശി സതീഷ് സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. രാഹുലിന്റെ അറസ്റ്റോടെ യൂത്ത് കോൺഗ്രസ് സമരം നിന്നുപോകുമെന്ന് സർക്കാർ വ്യാമോഹിക്കേണ്ടെന്ന് ഷാഫി പറമ്പിൽ MLA. രാഹുലിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും നിശബ്ദരാക്കാൻ ശ്രമിച്ചതുപോലെ കേരളത്തിൽ ഈ പറയുന്ന നടപടികൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ നിന്നുപോകുമെന്നാണ് സർക്കാർ വ്യാമോഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. കൂടുതൽ സമരങ്ങൾ ഉണ്ടാവും. ഇന്ന് 3 ജില്ലയിൽ സമരമുണ്ട്, നാളെ 3 ജില്ലയിൽ സമരമുണ്ട്, അടുത്ത ദിവസങ്ങളിൽ സമരമുണ്ട്, തിങ്കളാഴ്ച സമരമുണ്ട്. സമര പരമ്പരകൾ തന്നെ കേരളത്തിൽ നടക്കും. ഇതുകൊണ്ടൊന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് കൃത്യമായിട്ട്. കേരളത്തിൽ നടക്കാൻ പോകുന്നത് സമര പരമ്പരകളാണ്. ഇതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസ് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ തൃശൂരിൽ പറഞ്ഞു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും ജില്ലാ സംസ്ഥാന മേളകളിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 120 വർഷം പിന്നിടുന്ന ഒരു വിദ്യാലയത്തിന്റെ ഒരു വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ടും കഴിഞ്ഞ അല്ലെങ്കിൽ വരാനിരിക്കുന്ന വർഷത്തിലെ പ്രവർത്തനങ്ങളും സംബന്ധിച്ചും വളരെ അഭിമാനത്തോടെ ഓരോരുത്തരും പങ്കുവച്ചു. തീർച്ചയായും ഒരു വിദ്യാലയത്തിന് കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് പ്രചോദനമാകും. നമ്മുടെ മാനവരാശിയുടെ വികസനവും ഉന്നമനവും പങ്കുവയ്ക്കപ്പെടുമ്പോൾ അതിൽ കുട്ടികൾക്കുള്ള പങ്ക്, അവരുടെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പങ്ക് രണ്ടും അഭേദ്യമായ ബന്ധമാണ് നമുക്കുള്ളത്. കുട്ടികളുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് കുട്ടികളാണ്. PTA പ്രസിഡന്റ് KY അസീസ് അധ്യക്ഷനായി. നിയുക്ത കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യാതിഥിയായി. നമുക്കിവിടെ കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടിലും നമുക്ക് അഭിമാനം തോന്നുന്ന മുഹൂർത്തമായിരുന്നു. റിപ്പോർട്ട് അവതരണം മാത്രമല്ല, അതോടൊപ്പം തന്നെ പോയിന്റുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മനസ്സൊക്കെ ഉയരുകയാണെങ്കിൽ ഇത്രയ്ക്ക് സുന്ദരമായിട്ട് ഈ സ്കൂളിലെ മക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ അഭിമാനിക്കാവുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്നു എന്നതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളെല്ലാവരെയും, സ്റ്റാഫംഗങ്ങളെയും മാനേജറിനെയും കുട്ടികളെയും അതുമായി ബന്ധപ്പെട്ടുള്ള PT അംഗങ്ങളെയും MPT അംഗങ്ങളെയും എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് പ്രകാരമാണ്. അത് പ്രത്യേകിച്ച് ഇന്ന് വിരമിക്കുന്ന 2 ടീച്ചേഴ്സ് നമ്മുടെ ഒപ്പമുള്ളപ്പോൾ ഫാദർ ജോസഫ് മാളിയേക്കൽ ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ടുഗദർ വിത്ത് തൃശൂർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീരത് ബഷീർ ബാലകർഷക അവാർഡ് ദാനം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, പ്രധാന അധ്യാപകൻ BK മുജീബ് റഹ്മാൻ, ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ജോജി ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് റിഹാനത്ത് അൻസാരി, മാതൃസംഗമം പ്രസിഡന്റ് ജിഷ വിനോദ്, സീനിയർ അധ്യാപകൻ ഡൊമിനിക് സാവിയോ, ജിസ്മോൻ ഫ്രാൻസിസ്,
സ്റ്റാഫ് സെക്രട്ടറി PR ശ്രീധർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ AP ലാലി, TT ജോളി, വിമല, സുലേഖ എന്നിവരാണ് ഈ വർഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്നത്. രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്നത് BJP ആണെന്ന് ആവർത്തിച്ച് TN പ്രതാപൻ MP. ഞങ്ങളെ പ്രൊഫൈൽ പലതും പരിശോധിക്കുക. ആ പരിശോധിക്കുന്ന പ്രൊഫൈൽ പലതും വ്യാജ പ്രൊഫൈലുകളാണ്. അപ്പോൾ വ്യാജ പ്രൊഫൈൽ കൊടുത്താൽ നിയമ നടപടിക്ക് പ്രയാസമുണ്ടാകുമെന്ന് BJP സൈബർ സംഘത്തിനറിയാം. അപ്പം BJP സൈബർ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ വാർത്തകളും വ്യാജ പ്രൊഫൈലുകളും സൃഷ്ടിച്ച് ാണ് ഇപ്പോൾ അവസാനത്തെ ആയുധം എന്ന നിലയിൽ പേടിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ പേടിപ്പെടുത്തൽ കൊണ്ടൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല TN പ്രതാപൻ എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അത് ശക്തമായി തുടരുക തന്നെ ചെയ്യും. വ്യാജ പ്രൊഫൈലുകളിലൂടെ BJP തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. മോദിയും അമിത്ഷായും വീണ്ടും തൃശൂരിലെത്തിയാലും ഒന്നും സംഭവിക്കില്ല. പണം കൊണ്ടും വർഗീയ ഫാസിസം കൊണ്ടും തൃശൂരിലെ ജനങ്ങളെ കയ്യിലെടുക്കാമെന്ന് കരുതരുതെന്നും TN പ്രതാപൻ MP തൃശൂരിൽ പറഞ്ഞു. ഇടവേള.